നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇതിന് മുമ്പത്തെ കഥകളൊക്കെ കണ്ടവർക്ക് ചാനലിനകത്തൊന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീന സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴത്തേനും റീത്താമ്മയും ടാനിയയും കൂടെ കാറിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റീത്താമ്മയാണ് ഡ്രൈവിംഗ് സീറ്റില്. അലീന നിൽക്കുന്നിടത്തേക്ക് റീത്താമ്മ ഒന്ന് തറപ്പിച്ച് നോക്കി. എന്നിട്ട് കാർ സ്റ്റാർട്ടാക്കി എഞ്ചിൻ നന്നായിട്ടൊന്ന് ഇരപ്പിച്ചതിന് ശേഷം മുറ്റത്തെടുത്ത് തിരിച്ച് റോഡിലേക്കുള്ള പാതയിലൂടെ അത് ഓടിച്ചങ്ങോട്ട് പോവാണ്. അലീനയ്ക്കും മനസ്സിലായില്ല അത് ആരാന്നുള്ള കാര്യം. പപ്പയുടെ ഭാര്യയാണോ? അപ്പം മറ്റേ കുട്ടിയോ? അവൾ അങ്ങനെ ആകെപ്പാടെ സംശയിച്ച് നിൽക്കുവാണ്. അപ്പോഴാണ് ആന്റപ്പന്റെ വരവ്. ആന്റപ്പൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, ആരൊക്കെ ആന്റപ്പൻ ചേട്ടാ വന്നിട്ട് പോയത്? അതോ, അത് റീത്താമ്മയും ടാനിയെ കുച്ചും. ആരാ ഈ റീത്താമ്മ? അതെ, മുതലാളിയുടെ വൈഫിന്റെ ചേച്ചിയാ. മറ്റേ പെൺകുട്ടിയോ? അത് കേണൽ സാബിന്റെ മകൾ ടാനിയ മോള്. അലീനയ്ക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ട് തോന്നി. ആ കുട്ടിയെ ശരിക്കൊന്നും കണ്ടില്ല. വിളിച്ചടുത്ത് നിർത്തി ഒന്ന് സംസാരിക്കേണ്ടതായിരുന്നു, ഒന്ന് കാണേണ്ടതായിരുന്നു. അവളോട് സ്നേഹത്തോടെ സംസാരിക്കണമായിരുന്നു. താൻ അവരുടെ ശത്രുവല്ലെന്നും ഒന്നും തട്ടിയെടുക്കാൻ വന്നല്ലെന്നും ഒക്കെ പറയുമായിരുന്നെങ്കിൽ തനിക്ക് അതിനൊന്നും ആഗ്രഹമില്ലെന്ന് പറയാനായിരുന്നു. തന്റെ പപ്പയുടെ മകൾ തനിക്ക് അനുജത്തി തന്നെയാണ്. എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലല്ലോ ആന്റപ്പ ചേട്ടാ. അലീനയ്ക്കാണ് ആകെപ്പാടെ ബുദ്ധിമുട്ട് തോന്നി. അലീന അങ്ങനെ പരാതി പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആന്റപ്പച്ചേട്ടൻ പറഞ്ഞു, അത് നന്നായി. എന്താണെങ്കിലും എന്റെ കുഞ്ഞെ, അതിനോടൊന്നും മിണ്ടാതിരിക്കുന്ന നല്ലത്. മനുഷ്യജീവികളോടെല്ലാം വെറുപ്പാണെന്ന് തോന്നും അതിന്റെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കേണൽ സാബിന്റെ അടുത്ത് മാത്രമുണ്ടല്ലോ ഒന്നും ചെലവാത്തില്ല. കണ്ടിട്ട് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നുന്നേ. അതെ, കാണുന്ന പോലെയൊന്നും അല്ല കുഞ്ഞെ. പിന്നെങ്ങനെയാ? ആന്റപ്പൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അതെന്തുകൊണ്ട് ആന്റപ്പ ചേട്ടാ കേണൽ സാബിന്റെ വൈഫിന്റെ ചേച്ചി വന്നത്? എന്തുകൊണ്ട് വൈഫ് നേരിട്ട് വരാത്തെ? സാധാരണ അങ്ങനെയല്ലേ പതിവ്. എന്റെ കുഞ്ഞെ, എനിക്കൊന്നും അറിയത്തില്ല. എന്നോടൊന്നും ചോദിക്കില്ല കേട്ടോ. കേണൽ സാബിന്റെ അടുത്ത് ചോദിച്ചാൽ മാത്രം മതി. ആന്റപ്പൻ ചേട്ടന് വാ തുറക്കാനായിട്ട് പേടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ? അലീന ചിരിച്ചോണ്ട് കളിയാക്കുന്ന മട്ടിലാണ് ചോദിച്ചത്. ആഹാ, കേണൽ സാബിന്റെ സ്വഭാവം മാറുന്ന എപ്പോഴാണെന്ന് നമുക്ക് അറിയാനൊന്നും ഒക്കത്തില്ല എന്റെ കുഞ്ഞെ. മാറട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് അല്പം മാറ്റം ഉണ്ടാകാൻ തന്നെ നല്ലത്. അലീന അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ ഒന്ന് നോക്കിയിട്ട് ആന്റപ്പൻ ചേട്ടൻ പറഞ്ഞു, കുഞ്ഞിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പൗലോസുമായിട്ടുള്ള പ്രശ്നത്തിലെ കുഞ്ഞിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടന്നേരം. അതെ, ഞാൻ കേണൽ സാബിന്റെ മോളായതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചേ. വേറെ വല്ലവരുമാണെങ്കിലേ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മകളാണോ ഭാര്യയാണോന്ന് കേണൽ സാബ് നോക്കത്തൊന്നുമില്ല. സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ. ഓഹോ, അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടി വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നർത്ഥം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞെ, സാബിന്റെ മോളാണെന്ന് പറഞ്ഞല്ലോ, ഏത് വകയിലാ? അതാ എനിക്കൊരു എത്തും പിടിയും കിട്ടാത്തത്. എനിക്കും അതേപ്പറ്റി വലിയ വെടിയില്ല. കേണൽ സാബിനോട് തന്നെ ചോദിച്ചാ പോരെ ആന്റപ്പൻ ചേട്ടനോ? അത് കേട്ടപ്പോ ആന്റപ്പൻ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് നടന്നുപോയി. അലീന ഇങ്ങനെ ചിന്തിച്ചൊന്ന് നിൽക്കുവാണ്. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഒരു മകൾ ഇവിടെ വന്ന് തന്റെ ഭർത്താവിനോടൊപ്പം താമസിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭാര്യ ഓടിയെത്തേണ്ടതാണ്. പക്ഷെ ഇവിടെ വന്നതോ അവരുടെ സഹോദരി കൂടെ പപ്പയുടെ മോളും. അലീനയ്ക്കെല്ലാം ഒരു വിചിത്രമായിട്ട് തോന്നുവാണ്. അലീനയ്ക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേസമയം റീത്താമ്മ ഫോൺ വിളിച്ച് അറിയിച്ചനുസരിച്ച് സഹോദരന്മാരിൽ 3 പേര് വന്ന് ഇറന്നു കഴിഞ്ഞു. ഏലിയാസ്, സ്റ്റീഫൻ, അച്ചൻകുഞ്ഞ് എന്നിങ്ങനെ 3 ആംഗ്ലമാരാണ് വന്നത്. ഇനി സേവിച്ചും കൂടി വരാനുണ്ട്. അയാൾ ഉടനെ എത്തിച്ചേരും. അങ്ങനെ എൽസമ്മയുടെ വീട്ടിലാണ് എല്ലാവരും സംഘം ചേർന്നിരിക്കുന്നത്. എൽസമ്മ എന്ന് പറഞ്ഞ സ്റ്റാലിയുടെ ഭാര്യ. റീത്താമ്മ ഇതിനകം താൻ കുളത്തൂപ്പുഴയിൽ പോയി സ്റ്റാലിയെ കണ്ടതിന്റെ ദൃക്സാക്ഷി വിവരണം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റീത്താമ്മയുടെ മക്കളും എൽസമ്മയുടെ മക്കളും കുടുംബസഭയിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്തേക്ക് വന്നു. അതിൽ നിന്ന് സേവിച്ചനും ഇറങ്ങി. ഓട്ടോ ചാർജ് കൊടുത്ത ശേഷം അയാൾ വീടിനുള്ളിലേക്ക് കയറി വരുവാണ്. അല്ല, നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഞങ്ങളൊക്കെ വന്നിട്ട് എത്ര സമയമെന്നറിയാവോ? ഏലിയാസ് സേവിച്ചനെ അങ്ങ് ശാസിച്ചു, ചീത്ത പറയണം. അതെ, എനിക്ക് നിങ്ങളെപ്പോലെ കാറും ജീപ്പും ഹെലികോപ്റ്ററും ഒന്നുമില്ല വിളിച്ചോടനെ പറന്നിറങ്ങി വരാനായിട്ട്. സേവിച്ചൻ അല്പം കൊള്ളിച്ച് തന്നെയാണ് പറഞ്ഞു. നിന്റെ ഹെലികോപ്റ്റർ എവിടെ പോയി? ഞങ്ങൾക്ക് തന്ന പോലെ അപ്പച്ചൻ നിനക്ക് ഒരെണ്ണം മേടിച്ചു തന്നായിരുന്നല്ലോ. സ്റ്റീഫൻ പരിഹസിച്ചോണ്ടാണോ ചോദിക്കുന്നത്? അതെ, അപ്പച്ചൻ പോയപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി. സ്വർഗത്തിലോട്ട് എത്താൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. സേവിച്ചൻ അതിന് തിരിച്ചടിക്കുകയും ചെയ്തു. കാരണം ഞങ്ങൾക്ക് തന്ന പോലെ തുല്യമായ ഒരു ഓഹരി നിനക്കും തന്നിരുന്നില്ല എന്നാണ് സ്റ്റീഫൻ ചോദിച്ചതിന്റെ അർത്ഥം. അവരുടെ അപ്പൻ ദീർഘകാലം രോഗശല്യം മരുന്നും ചികിത്സയൊക്കെ ആയിട്ട് കിടന്ന ശേഷമാണ് മരിച്ചേ. അപ്പനെ നോക്കേണ്ട ചുമതല സേവിച്ചനായിരുന്നു. കിട്ടിയത് മുഴുവൻ അപ്പനെ ചികിത്സിച്ച് ചെലവാക്കിയെന്നാണ് സേവിച്ചന്റെ മറുപടി.
അല്ല നീ വന്ന കാലത്തിന് നിൽക്കാതിരിക്കുക. അച്ഛൻ കുഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സേവിച്ച് റീത്താമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല എൽസമ്മ ചേച്ചി എവിടെയാ? ഓ, ചെങ്ങന്നൂരിലൊരു ബൈബിൾ കൺവെൻഷൻ ധ്യാനം, അങ്ങോട്ട് പോയിരിക്കുക എന്ന് റീത്താമ്മ പറഞ്ഞു. എത്ര ദിവസമായി? 3. 2 ആഴ്ച മുമ്പല്ലേ ഒരെണ്ണം കഴിഞ്ഞേ. സേവിച്ചിനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ കുഞ്ഞു പറഞ്ഞു, അവൾക്ക് ഇത് തന്നെയല്ലേ ജ്വരം. നാട്ടിലെവിടെ കരിസ്മാറ്റിക് ധ്യാനം നടക്കുന്നുണ്ടെന്ന് അവളോട് ചോദിച്ചാൽ മതി, കാണാപ്പാടമല്ലേ. ഈ പിള്ളേരെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നാടുതീള ധ്യാനവും പ്രാർത്ഥന വരെ നടക്കരുതെന്ന് റീതാമ്മച്ചിക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? സേവിച്ചിനാണ് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പറയാഞ്ഞിട്ടാണോ അവളുടെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കിക്കളയോള്. പിന്നെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതല്ലേ ഉള്ളൂ അവൾക്ക് ജീവിതത്തിലൊരു ആശ്വാസം. റീത്താമ്മ എന്നാലും അനുജത്തി അങ്ങോട്ട് ന്യായീകരിച്ച് പറയണം. അല്ല എന്തിനാണ് അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് പറ, എനിക്കാണെങ്കിൽ 100 കൂട്ടം പണി കിടക്കുന്നു, നിങ്ങളെപ്പോലെ എനിക്ക് മതി ബാക്കി പറയണ്ടെന്നും പറഞ്ഞോണ്ട് സ്റ്റീഫൻ കൈ നീട്ടി വിലക്കി. അതെ, സ്റ്റാലി ഒരു പെണ്ണിനെ അവിടെ കൊണ്ടു താമസിപ്പിച്ചിട്ടുണ്ടെന്ന് കൊളത്തോപ്പുഴയിൽ അവന്റെ ബംഗ്ലാവില്. റീത്താമ്മ സേവിച്ചിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം സേവിച്ചു ചോദിച്ചു, പെണ്ണോ? ഏത് പെണ്ണ്? എന്തിന്? അപ്പോഴേക്ക് റീത്താമ്മ താൻ അറിഞ്ഞതും കണ്ടതും പൊടിപ്പും തേങ്ങലും വെച്ച എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ അങ്ങോട്ട് വിസ്തരിച്ച് അങ്ങോട്ട് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവരുടെ മുഖത്തൊരു ഗൗരവമായി. ഓഹോ, തെമ്മാടിത്തരമല്ലേ അവൻ കാണിക്കുന്നേ. ചോദിക്കാനും പറയാനും ആളില്ലെന്നുള്ള ഹുങ്കല്ലേ ഇതിന്റെ പിന്നില്. അച്ഛൻ കുഞ്ഞിനങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ മൂത്തയാൾ അയാളാണ്. അതെ, എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നമുക്ക് ആലോചിക്കണ്ടേ. ഇവിടെ വട്ടം കൂടിയിരുന്ന സ്റ്റാലിനെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് സ്റ്റീഫനും പറഞ്ഞു. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് അവിടേക്ക് ചെല്ലണം. അവനെ വിളിച്ച് ഇതിവിടെ നടക്കില്ലെന്ന് തറപ്പിച്ചു പറയണം. അല്ല അതുകൊണ്ട് എന്തേലും ഫലം ഉണ്ടാവുമെന്ന് റീതാമ്മ തർക്കിച്ചു. അവിടെ ചെന്ന് അവന്റെ മുന്നിൽ പഞ്ചമുച്ചടക്കി നിന്ന് വേണം സംസാരിക്കാനായിട്ട്. ദേഷ്യം വന്ന നമ്മൾ പലതൊക്കെ പറഞ്ഞു പോകും. കടക്ക് പുറത്തൊന്നും പറഞ്ഞ് അവനവിടെ നിന്ന് ഇറക്കി വിടും. ഇത്രയും കാലത്തിനിടയിൽ അവന്റെ നേരെ നിന്ന് 4 വർത്താനം പറയാനുള്ള ചൂട ഈ 4 ആംഗ്ലമാർക്കൊന്നും ഇല്ലല്ലോ. റീതാമ്മ ചേച്ചി ചുമ്മാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ലേ. മൈക്കിള് പറഞ്ഞു, കൊല്ലാനും തിന്നാനും മടിക്കാത്ത പട്ടികൾ എത്ര എണ്ണം അവിടെ. സ്റ്റാലി ഒന്ന് വിരഞ്ഞൊടിച്ചാ മതി. പണ്ട് അച്ഛൻ കുഞ്ഞേട്ടനും സ്റ്റീഫ് ചായനും കൂടെ ചെന്ന് ചീത്ത പറഞ്ഞപ്പോഴത്തെ അനുഭവം അറിയാലോ. റിവോൾവർ എടുത്ത് ചങ്കിന് നേരെ ചൂണ്ടിപ്പിടിച്ചു 10 മിനിറ്റ് നേരം നിർത്തിയത്. ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ അച്ഛൻ കുഞ്ഞേട്ടൻ അന്ന് പേടിക്ക് 2 ആഴ്ച പനിച്ചു കിടന്നു. അപ്പോഴേക്കും സ്റ്റീഫനാണ് ദേഷ്യം വന്നു. റിവോൾവറൊക്കെ ഞാൻ നോക്കിയാലും ഉണ്ടാവും, പക്ഷേ ഞാനതെടുത്താ പിന്നെ കൊന്നിട്ടേ തിരിച്ചു പോകും. ആദ്യം നമ്മളെല്ലാരും കൂടി ചെന്ന് അവനോടൊന്ന് സംസാരിക്കണം എന്ന് അച്ഛൻ കുഞ്ഞു പറഞ്ഞു. കാണിക്കുന്ന തെണ്ടിത്തരമാണെന്നും മാന്യമായ ഭാഷയിൽ സ്റ്റാലിനോട് പറയണം. ഒരു കാരണവശാലും നമ്മളത് സമ്മതിച്ചു കൊടുക്കില്ലെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അല്ല അത് അവന്റെ മകള് തന്നെയാണോ? എവിടുന്ന് കെട്ടി? റീതാമ്മച്ചി ചോദിച്ചില്ലേ എന്ന് സ്റ്റീവൻ ചോദിച്ചു. പിന്നെ ഞാൻ ചോദിക്കാതെ പോരുവോ? 24 കൊല്ലം മുമ്പ് അവനേതോ പെണ്ണുമായിട്ട് അടുപ്പമുണ്ടായിരുന്നത്രേ. കല്യാണം കഴിക്കാൻ പറ്റിയില്ലെന്ന്. ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അങ്ങ് നടന്നു. അത് പറയാൻ അവർ നാണോ ഇല്ലെന്നുള്ള അതിശയം. ഈയിടെയാണത്ര അറിഞ്ഞ് അതിലൊരു കുട്ടി ജീവിച്ചിരിപ്പണെന്ന്. അത് കേട്ടുവിടരാ അവൻ ചെന്ന് അതിനെങ്ങ് ദത്തെടുത്തോണ്ട് പോന്നു. റീതാമ്മ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വിസ്തീരിച്ചു പറഞ്ഞു. ഇത് ഒരെണ്ണമുള്ളോ അതോ വേറെ ഉണ്ടോ എന്ന് സേവിച്ചും ചോദിച്ചു. ആർക്കറിയാം എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി പുറകിന്ന് വരുന്നുണ്ടായിരിക്കും ഓരോന്നോരോന്നായിട്ട് ജാഥ പോലെ. അല്ല ഇത്രയും നാളോ ആ പെണ്ണെവിടെയായിരുന്നു? പെറ്റ തള്ളയുരുത്തി കാണണമല്ലോ, അതെവിടെ പോയി? ആ പെണ്ണ് അനാഥാലയത്തിലായിരുന്നപ്പോ ബൈജു ഫോൺ ചെയ്തപ്പോ പറഞ്ഞേ. പ്രസവിച്ചോട് വല്ല വഴിയേരിയും വലിച്ചെറിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അനാഥാലയത്തിൽ വരികയില്ലല്ലോ. ബൈജു പറയുന്ന കേൾക്കണം. സ്റ്റാലി വലിയ രാജകുമാരിയെ പോലെ അവിടെ കൊണ്ടുവന്ന് വാഴിച്ചിരിക്കുന്ന അവൾക്ക് കിടക്കാനുള്ള മുറി അലങ്കരിക്കാൻ മാത്രം ഏകദേശം 2 ലക്ഷം രൂപ എടുത്ത് ചെലവാക്കുന്നു. പുത്തനൊരു കാറും മേടിച്ചിട്ടുണ്ട്. വേറെ 3 മക്കളുണ്ടല്ലോ അവിടെ. കാറൊന്നും വേണ്ട, ഒരു ജോ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആ ദുഷ്ടൻ. റീത്താമ്മയ്ക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല പുനലൂർ ഈ വിവരമൊന്നും അറിഞ്ഞില്ലേ എന്ന് സേവിച്ചും ചോദിച്ചു. അവതുക്കുട്ടിച്ചായം വന്നിട്ടുണ്ടായിരുന്നു. അവളെ അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി കച്ച കെട്ടി വന്ന അവളാരാ മോള്. പഞ്ചാര വർത്താനം പറഞ്ഞ് കിളവനെ കയ്യിലെടുത്തു. അവളവിടെ ഭരണം തുടങ്ങിയത്രേ. എന്റെ അപ്പന്റെ സ്വത്താണെന്നും പറഞ്ഞ് അവളവിടുത്തെ ജോലിക്കാരെല്ലാം തട്ടിക്കേറിയെന്നോ മര്യാദ ഒളിപ്പിക്കാൻ ചെന്നോ ഇതൊക്കെ പറഞ്ഞ ബൈജുവാ. ഇതിങ്ങനെ പോയ അവസാനം അവളുടെ കയ്യിലിരിക്കുമല്ലോ തോട്ടവും ബംഗ്ലാവും ഒക്കെ. മൈക്കിളിന്റെ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതിനിപ്പോ സംശയിക്കേണ്ട കാര്യം എന്താ? എൽസമ്മയും പിള്ളേരും വഴിയാധാരാകും. അതിനു മുമ്പ് വേണ്ട എന്നാ വെച്ചാൽ നമ്മള് ആലോചിച്ച് തന്നെ ചെയ്യണം എന്ന് റീതാമ്മ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ കുഞ്ഞ് തന്റെ
കട്ടുമീശയ്ക്കൊന്ന് ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് ആലോചനയോടെ പറഞ്ഞു, ആ മൂർഖന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു വഴിയുള്ളത് നമ്മൾ ബന്ധുക്കൾ 10-25 പേര് എന്ന് അവനെ ചോദ്യം ചെയ്യാന്നുള്ളതാ. നല്ല കഥയായി. ഇതൊരു കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമെന്ന് അവനെ ബോധ്യപ്പെടുത്തണം. പുനലൂരുകാരെ കൂടെ വിളിക്കണം. കിളവന്റെ കാര്യം പോട്ടെ, അയാൾ ഇനി എത്ര കാലമുണ്ടെന്ന് ആര് കണ്ടു. ബാക്കിയുള്ളവർക്ക് എന്തായാലും സ്റ്റാലി കാണിക്കുന്ന ചേറ്റത്തരത്തിൽ കൂട്ടു നിൽക്കാൻ പറ്റില്ലെന്ന് സേവിച്ചാനും പറഞ്ഞു. അല്ല, അയാൾ ഒരു പട്ടാളക്കാരനല്ലേ, 25-50 പേരെ കണ്ട പേടിക്കുവോ? എന്നിട്ട് സേവിച്ചന്റെ സംശയം അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ പണ്ട്. അവൻ നമ്മളോട് ഇതിനൊക്കെ സമാധാനം പറയണം, പറയിപ്പിക്കണം. പോലീസിൽ അവനെതിരെ പരാതി കൊടുക്കണം. വികാരിയച്ഛൻ്റെ അടുത്ത് ഈ പ്രശ്നം അവതരിപ്പിക്കണം. അതുകൂടാതെ രാഷ്ട്രീയക്കാരെ ഇതിനകത്ത് ഇടപെടുത്തണം. ആരെങ്കിലും പറയോ അവൻ ചെയ്ത സൽപ്രവൃത്തിയാണെന്ന്? നാനാവസ്ഥ ഒന്ന് സമ്മർദ്ദം വരുമ്പോൾ അവൻ അടിതെറ്റും. മറ്റുള്ളവരുടെ മുന്നിൽ നാറണവന് നമ്മൾ നാറ്റിക്കണം. വല്ല അന്തസ്സോ അഭിമാനവും പറയുന്നവനല്ലേ. അവന്റെ തൊലി ഉരിച്ചു കാണിക്കണം. അച്ഛൻ കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛൻ കുഞ്ഞിന്. കാരണം സ്റ്റാലിയെ കാണിച്ച് ശുദ്ധ തെമ്മാടത്തരാന്നാണ് പറയുന്നത്. അപ്പോഴേക്കും മൈക്കിൾ അങ്ങോട്ട് ഇടയിൽ കയറി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മുടെ ഡിമാൻഡ് എന്താന്നുകൊണ്ട് ആലോചിക്കണ്ടേ. അപ്പോഴേക്കും അച്ഛൻ കുഞ്ഞ് പറഞ്ഞു, അത് സ്റ്റാലിയുടെ സന്തതിയാണല്ലോ ശരി, അല്ലെങ്കിൽ ഇനി ശരി അല്ലെങ്കിൽ ശരി അവളെ അവിടെ നിന്ന് മാറ്റുക. അതായത് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് ഇനി യാതൊരു അവകാശം ഇല്ലെന്നും ഇനി ഒരു ശല്യത്തിനും മേലി വരില്ലെന്നും അവളെ കൊണ്ട് മുദ്രപത്രത്തിൽ എഴുതിച്ച് ഒപ്പിട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ പറഞ്ഞയക്കാം. കാരണം അവളെ അലീനെ അവിടുന്ന് മാറ്റാനാണ് അവരുടെ തന്ത്രം. ഇതേ അതുമാത്രം പോരാ, റബ്ബർ തോട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഉള്ള സ്വത്ത് 5 ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെയും മക്കളുടെ പേരിലേക്ക് തീർത്തി വെപ്പിക്കണം. ഇല്ലെങ്കിൽ നാളെ വേറൊരുത്തി മകളാണെന്നും പറഞ്ഞു വന്നെങ്കിലോ, അതുമല്ലെങ്കിൽ ഭാര്യയാണെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തി വന്നെങ്കിലോ, ഇനി നമുക്ക് സ്റ്റാലിനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അതിന് സ്റ്റാലിനെ ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലോ? റീതാമ്മയോട് മൈക്കിള് ചോദിച്ചു. എൽസമ്മയും മക്കളും കൂടി കൊളുത്തൂപ്പുഴ ചെന്ന് അവരെ ബംഗ്ലാവിലേക്ക് തിരിയുന്ന റോഡുകളിൽ ഒരു പന്തല് കെട്ടി സത്യാഗ്രഹം ഇരിക്കും. റീതാമ്മ അങ്ങനെ വാശിയോടെയാണ് പറയുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് റീതാമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ വികാരിയച്ഛനെ, രാഷ്ട്രീയക്കാരെ, പിന്നെ അവന്റെ ക്ലബിന്റെ ആൾക്കാരെ, പുനലൂരെ അവന്റെ സ്വന്തക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വേണം ചെല്ലാനായിട്ട്. ഒറ്റ ദിവസം കൊണ്ട് കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. വെറുതെ വെച്ച് നീട്ടിയ ചതഞ്ഞ മട്ടിലായി പോകുന്ന ഏലിയാസ് നിർദ്ദേശിച്ചു. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് അവര്. തുടർന്ന് എല്ലാവരും കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോ അത് ശരിയാന്ന് തോന്നി. എല്ലാരെയും വിളിച്ചു വരുത്തുക, എന്നിട്ട് പോയി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാനായിരുന്നു പുറപ്പാട്. ഇതേ സമയത്ത് അവധക്കുട്ടിച്ചാൻ ചാരുകസാലിരുന്ന് വിസ്തമായിട്ടൊന്ന് മുറുക്കാനൊരുങ്ങിയായിരുന്നു. അപ്പോഴേക്കും റോബർട്ട് വീട്ടിലുള്ളൊന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വരുവാണ്. ആരായിരുന്നടാ ഫോണില്? അവധക്കുട്ടിച്ചാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ അഞ്ജലിന്ന് റീതാമ്മ ചേച്ചിയാ. എന്താ? ലാലിച്ചനൊരു പെണ്ണിനെ കൊളുത്തപ്പുഴ ബംഗ്ലാവിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. നേരാണോ അപ്പച്ച? ആ, നീ ഇതിപ്പോഴാണോ അറിയുന്നേ? അപ്പൊ അപ്പച്ചൻ നേരത്തെ അറിഞ്ഞായിരുന്നോ? പിന്നെ അതറിഞ്ഞോണ്ടല്ലേടാ ഞാൻ കൊളുത്തൂപ്പുഴയ്ക്ക് പോയത്. എന്നിട്ട് അപ്പച്ചനെ ഈ കാര്യം ഒന്നും പറഞ്ഞ പോലെ ഇല്ലേടെ. എടാ ചുമ്മാ എന്തിനാ മറ്റുള്ളവർക്ക് മനപ്രയാസം ഉണ്ടാകുന്ന വിചാരിച്ചാ പറയാത്തെ. ഇപ്പോഴത് കേട്ടപ്പം നിനക്ക് ഏതാണ്ട് പോലെ തോന്നുന്നില്ലേ? അപ്പച്ച, ഈ ലാലിച്ചാൻ എന്ത് പോക്രിത്തരെ കാണിച്ചു വെച്ചിരിക്കുന്നേ. സാമാന്യ വിവരമുള്ള മനുഷ്യരെ ചെയ്യുന്ന പണിയൊക്കെയാണോ അത്? എടാ അവനൊരു വിവരക്കേട് കാട്ടി. ഒത്തിരി കാലം കൂടിയല്ലേ. അത് കുട്ടിച്ചാന് ചെയ്തതായിട്ട് അടക്കിയൊക്കെ ഒന്ന് അരിഞ്ഞോണ്ടാ പറഞ്ഞേ. അല്ല, നമ്മുടെ കുടുംബത്തിന് അഭിമാന പ്രശ്നമല്ലേ അപ്പച്ച അത്? പിന്നെ നീ പറഞ്ഞു ശരിയാ. പക്ഷേങ്കില് ചില നേരത്തെ നമുക്ക് ഈ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ വരും. അയാൾ വെറ്റിലയുടെ നാര് കളഞ്ഞ് അങ്ങനെ അതിലേക്ക് ചുണ്ണാമ്പൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു. അല്ല, അപ്പച്ച ലാലിച്ചാനായിരിക്കുവാണോ? അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റബ്ബർ തോട്ടത്തിനിടയിലൂടെ ഒരു ജീപ്പ് വരുന്ന കാണുന്നത്. ആൽബി ആണല്ലോ. അവനും വിവരം അറിഞ്ഞോ? അവധക്കുട്ടിച്ചാനും മനസ്സിലായി വിവരം അറിഞ്ഞിട്ടുള്ള ഭാരം വന്ന്. അങ്ങനെ ആൽബർട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നു. അയാളുടെ മുഖത്താണ് ആകെപ്പാട് ദേഷ്യമായിരുന്നു. അപ്പച്ച, ഞാനൊരു വിവരം അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവധക്കുട്ടിച്ചാൻ കൈയാട്ടി വിളിക്ക്. പറയണ്ട, മനസ്സിലായി. ലാലിച്ചിന്റെ ഒരു മോള് അവന്റെ കൂടെ കൊളുത്തപ്പുഴ വീട് താമസിക്കാൻ വന്നിട്ടുണ്ടെന്നല്ലേ? അവന്റെ കല്യാണത്തിന് മുമ്പ് ഒരു കൈത്തെറ്റ് സംഭവിച്ച ഒരു അനാഥ മന്ദിരത്തിലായിരുന്നു അവള് കഴിഞ്ഞ 23 കൊല്ലം. ഇപ്പോഴാ ലാലിച്ചൻ ഇറങ്ങിയത്. കൂട്ടിക്കൊണ്ടു പോന്നു. അല്ല, ലാലിച്ചാനോട് അപ്പച്ചന് ചോദിക്കാറുന്നില്ലേ ഇങ്ങനൊരു നാണം കേട്ട ഏർപ്പാടിന് പോകേണ്ടിയിരുന്നെന്ന്? ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആൽബർട്ടിനും കൂടി ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെ, സത്യം പറയാലോ, ഞാൻ ചോദിക്കാൻ ചെന്നാ ആ പെൺകൊച്ചിന്റെ മുഖത്തോട് നോക്കിയപ്പോഴുണ്ടല്ലോ പിന്നെ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല.
ലാലിച്ചിന്റെ മോളാന്ന് പറഞ്ഞാ പോരെ. നല്ല അസല് മോള്. ഇത്രയും കാലം അനാഥ മന്ദിരത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. ഇനി അവൾ കുറച്ചു കാലം അവളുടെ അപ്പന്റെ കൂടെ ജീവിക്കട്ടാ. ഓഹോ, അപ്പൊ അപ്പച്ചനും അവളുടെ സൈഡാണല്ലേ. അതങ്ങനെ അല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അവളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവളുടെ സൈഡാ. എന്റെ പക്ഷത്തുനിന്ന് ഈ പറയുന്ന നീ ആയാലും റോബിച്ചനായാലും അവളെ കക്ഷി ഇറക്കും. അപ്പച്ചനിത് പറയാൻ നാണമില്ലല്ലോ. ലാലിച്ചാൻ ഒരു തെറ്റുപറ്റിയതും തിരുത്തേണ്ട ആളല്ലേ. നാട്ടുകാരറിഞ്ഞ എന്തൊരു മാനക്കേടാണെന്ന് ഓർത്തു നോക്കിയേ. ഇങ്ങനൊരു കേസ് വന്നാൽ ഒഴിവാക്കാൻ എന്തായാലും മാർഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടതൊന്നും ചെയ്യാതെ ഒരുമാതിരി. ആൽബർട്ടിന് അങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആലിബി ഒരു കാര്യം ചെയ്യുക, ചെന്ന് ലാലിച്ചിനോട് പറ, കുടുംബത്തിന് അപമാനം വരുത്തി വെക്കല്ലേന്ന്. അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് മുട്ടുവിറയ്ക്കും അവന്റെ മുന്നില്. അതിനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക്? അപ്പച്ചനല്ലേ പറയണ്ട, ഞങ്ങളാണോ? പിന്നെ ഞാൻ പറഞ്ഞ അവൻ കേൾക്കുവോ? ഞാൻ നോക്കിയിട്ട് അവനെ മെരുക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? എന്ന് റോബർട്ട് ചോദിച്ചു. വേറെ ആരും ആ കൊച്ചു തന്നെ. അവൾക്ക് അവന്റെ അടുത്ത് ഒരു പേടിയില്ല. ലാൽച്ചാൻ ഇങ്ങനത്തെ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നല്ലോടാ. അതല്ലേടാ എനിക്കും അതിശയം. അവൻ അവളോട് പ്രത്യേക ഒരു ഇഷ്ടവാ. എന്തായാലും ഇത് ഭയങ്കര നാണക്കേട് തന്നെ അപ്പച്ച. എൽസമ്മ ചേച്ചിയുടെ വീട്ടുകാർ ലാലിച്ചാൻ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക. പുളിക്കൽക്കാർ ഒട്ടും മോശപ്പെടുന്ന അപ്പച്ചനും അറിയാലോ. അവരെന്തൊക്കെയോ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. എൽസമ്മ ചേച്ചി മക്കളും ജീവനോട് ഇരിക്കുമ്പോ മകളാന്നും പറഞ്ഞ് ഏതോ ഒരുത്തിയെ വിളിച്ചോണ്ട് വന്ന് ആരോടും പറയാതെ കൂടെ താമസിപ്പിക്കാന്ന് വെച്ചാ അത് അങ്ങേരത്തെ ചെറ്റത്തരം തന്നെയല്ലേ. റോബർട്ടിന് യാതൊരു മയവും ഉണ്ടായിരുന്നില്ല സംസാരത്തില്. എടാ, ഇതൊന്നും എന്നോട് പറയണ്ട, അങ്ങ് കുളത്തൂപ്പുഴ ചെന്ന് പറഞ്ഞാ മതി. അവതുക്കുട്ടിച്ചാന് അങ്ങനെ മുറുക്കി അവിടെ ഇരുന്ന് പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അവതുക്കുട്ടിച്ചാനറിയാം ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞാലും തലയിലേക്ക് കയറാൻ പോകുന്നില്ലെന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഡൈനിങ് റൂമിലെത്തിയ സ്റ്റാലി അലീനെ വരാൻ വേണ്ടി അല്പനേരം കാത്തിരുന്നു. എന്നിട്ടും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആന്റപ്പനെ വരുത്തി അലീനയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയണ. പെട്ടെന്ന് തന്നെ ആന്റപ്പൻ അങ്ങോട്ട് തിരിച്ചു വന്നു. അതെ, ഇന്നും ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? ഉപവാസമാണെന്ന്. ഉപവാസോ? ഓ, അത് ശരി. സ്റ്റാലി കഴിക്കാനിരുന്നു. ഒരാൾക്ക് മാത്രമേ ഫുഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പൗലോസിനെ വിളിച്ചോടെ തനിക്ക് ഫുഡ് വേണ്ടെന്നും ഉപവാസമാണോ ഭക്ഷണമൊന്നും വേണ്ടെന്നും അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇന്ന് അലീന അടുക്കള കയറുന്ന നിന്റെ ജോലി തടസ്സപ്പെടുത്തിയോ? ഇല്ലാന്നും പൗലോസ് പറഞ്ഞു. ഗുഡ്, പക്ഷെ നീ മര്യാദയ്ക്ക് നിന്നോളാം, നന്ദികേട് കാണിക്കരുത്. ഞാനൊരു നന്ദികേടും കാണിച്ചില്ല മുതലാളി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശാലി അലീനയുടെ മുറിയിലേക്ക് വന്നു. അവൾ മുറിയിലുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും അലീന പ്രാക്കൂടിനരിയിലാണെന്ന സ്റ്റാൻലിക്ക് മനസ്സിലായി. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾ പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റാൻലി അല്പനേരം കൂടെ അവിടെ നിന്നു. പ്രാവുകൾക്കൊന്നും ഒരു ഭയം ഉണ്ടായിരുന്നില്ല. അവളുടെ കാലിച്ചോട്ടിലൂടെ നടന്ന് കൊത്തിപ്പെറുക്കി തിന്നോണ്ടിരിക്കുക. അവൾ അതില് കുഴിഞ്ഞൊരെണ്ണത്തിന്റെ എടുത്തിട്ട് കൈവെള്ളം വെച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തീറ്റ വെച്ച് കൊടുത്തിട്ട് അതിനിങ്ങനെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കാഴ്ച കാണാനായിട്ട്. അങ്ങനെ സ്റ്റാൻലി അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന ഗുഡ് മോർണിംഗ് പപ്പ എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നേ? ഉപവാസമായിരുന്നു. നീയും അപ്പം ഭക്തിക്കാരിയാണോ? അലീന മുഖം തിരിച്ചൊന്ന് നോക്കി. അല്ല, എന്റെ ഉപവാസം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാ. അത് കൊള്ളാലോ. എന്താ നിന്റെ ലക്ഷ്യം എന്ന് സ്റ്റാൻലി ചോദിച്ചു. ഇവിടെ ഒത്തിരി ഭക്ഷണം വെറുതെ നശിപ്പിച്ച് കളയുന്നുണ്ടല്ലോ. എന്റെ ഭക്ഷണച്ചെലവും കുറിച്ചുകൊണ്ട് ഞാൻ ആ പാപത്തിന് പരിഹാരം ചെയ്യുക. ഒന്നിടവിട്ട ദിവസങ്ങൾ ഉപവാസം. പെട്ടെന്ന് സ്റ്റാൻലിയുടെ മുഖഭാവമൊക്കെ അങ്ങോട്ട് മാറി. പപ്പായ്ക്ക് ദേഷ്യം വന്ന് അലീനയ്ക്ക് മനസ്സിലായി. മുഖമൊക്കെ ചുവന്നു കഴിഞ്ഞു. ആ ശരി, നടക്കട്ടെ, ഒരു പരുഷ സ്വരത്തില് പറഞ്ഞിട്ട് അയാളും കൂടി തിരിഞ്ഞു നടന്നു. ഉച്ച തിരിഞ്ഞപ്പോഴത്തേനും അവധിക്കുട്ടിച്ചാൻ എത്തിച്ചേർന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആരപ്പനെ വിളിച്ച് അലീന എവിടെയെന്ന് അന്വേഷിച്ചു. അയാൾ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴത്തേനും അലീന ഓടി അങ്ങോട്ട് ചെന്നു. ഞാനിപ്പോ വല്യപ്പച്ചന്റെ കാര്യം ഓർത്തേ ഉള്ളൂ. ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ, കണ്ടില്ലോ എന്ന്. എന്നെ മറന്നു വന്നല്ല, എവിടെ ആയിരുന്നു? ദേ ഒറ്റ അടി അങ്ങ് വെച്ചാന്നുണ്ടല്ലോ. എടി, ഇന്നലെയല്ലേ ഞാൻ ഇവിടുന്ന് പോയത്. കപട ഗൗരവത്തിലാണ് അവധിക്കുട്ടിച്ചാൻ അവളെ അടിക്കാൻ കൈവാങ്ങിയത്. ഓ, ഇന്നലെ അല്ലേ? അലീനയ്ക്ക് ചിരി വന്നു. അലീന ഒന്ന് ചിരിച്ചു. ഞാൻ വിചാരിച്ചു 2-3 ദിവസമായെന്ന്. അവധിക്കുട്ടിച്ചാൻ അവളുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ ഒന്ന് നോക്കിയിരുന്നു. അതെ, ഇങ്ങ് വാ അവധിക്കുട്ടിച്ചായ എന്നും പറഞ്ഞുകൊണ്ട് അലീന അയാളുടെ കൈ പിടിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സോഫയിൽ പിടിച്ചിരുത്തിയിട്ട് അരികെ അവള് വരുന്നു. അതെ, ഇനി പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആകെ മൊത്തം കലങ്ങി മറിഞ്ഞിരിക്കുക മോളെ. നീ ഇവിടെ വന്ന വിവരം ഇനി അറിയാൻ ഒരാളും ബാക്കിയില്ല. അയ്യോ, ഭയങ്കര കുഴപ്പമായോ? ആയോന്നോ? ലാലിച്ചന്റെ ഭാര്യ വീട്ടിൽ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുവല്ലേ. പുനലൂർ എന്റെ മക്കൾക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. നിന്റെ അപ്പനുണ്ടല്ലോ കേണ സ്റ്റാൻലി, അവനൊരു സിംഹമായതുകൊണ്ട് അവരെല്ലാം കൂടി പന്തം കൊളുത്തി പടമായിട്ട് വന്ന് നിന്നെ ഇവിടുന്ന് ഓടിക്കാത്തത്. സിംഹമല്ല വല്യപ്പച്ച, കടുവ.
അങ്ങനെ വല്യപ്പച്ച മുമ്പ് പറഞ്ഞ് ആഹാ എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കാണോ? എന്തെങ്കിലും സംഭവങ്ങൾ നടക്കും, അത് തീർച്ചയാ. അല്ല എല്ലാവരും കൂടി വന്ന് നമ്മുടെ കേരളം ഉപദ്രവിക്കുവോ? അതിനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ലെന്നേ. പക്ഷെ നിന്നെ ഇവിടുന്ന് പറിച്ചു മാറ്റാൻ അവർ പഠിച്ച പണി 18 പറ്റും. അല്ല ഞാൻ സ്ഥലം വിടേണ്ടി വരുവോ? നമുക്ക് നോക്കാം. ആട്ടെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ സമരം തുടങ്ങി വല്യപ്പിച്ച. എന്ത് സമരം? ഉപവാസം. അതും ലാലിച്ചനെതിരെ. നീ പട്ടിണി കിടന്ന് ഞാൻ പട്ടിണി കിടന്ന് മിക്കവാറും ചത്തു പോകുന്നു പറഞ്ഞു. പട്ടിണി കിടന്ന് ചത്തു പോകുന്നോ? മോളെ നീ എന്തൊക്കെയായി പറയണേ? അതെ എന്താണെങ്കിലും ഞാൻ പിന്മാറത്തില്ല. അതെ മോളെ അങ്ങനെയും ചെയ്യരുത്. അറിയാലോ ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അലീന ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു, അതെ അങ്ങനൊന്നും ചാകാനൊന്നും എനിക്ക് മനസ്സിലാ. അതുകൊണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ഞാൻ ഉപവാസം എടുക്കുന്നുള്ളൂ. ഞാൻ വെറുതെ വല്യപ്പച്ചനൊരു പറ്റിച്ചല്ലേന്ന് ചോദിച്ചു. അതെ തോക്ക് പിടിച്ച് ശത്രുക്കളോട് യുദ്ധം ചെയ്ത പട്ടാളക്കാരന്റെ അടുത്താണോ നിന്റെ ഉപവാസം എന്നൊക്കെ പറഞ്ഞ? അവന് വെറും പുല്ല. അപ്പൊ നീ ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ലേ രാവിലെ ഉച്ചയ്ക്കൊന്നും? ഇല്ല. വെറുതെ അല്ല നിന്റെ മുഖത്തൊരു വാട്ടം. മതി ഉപവാസമല്ല. ഇതൊക്കെ നിർത്തിയിട്ട് എഴുന്നേറ്റുവാ, വല്ലതും കഴിക്ക് വരാൻ പറഞ്ഞ് കൈക്ക് പിടിച്ചു. അത് കുട്ടിച്ചൻ അലീനയുടെ വല്യപ്പച്ചൻ ഇവിടെ ഇരുന്നേ. നമുക്ക് ഈ കേണന്റെ മുന്നിൽ ചെന്ന് നിന്ന് വെല്ലുവിളിക്കാൻ പറ്റുമോ? തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? ഈ വീടിനകത്ത് ഭയങ്കര കലാപം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അവധിക്കുട്ടിച്ചൻ സങ്കടത്തോടുകൂടി അലീനയെ നോക്കി. അതെ വല്യപ്പച്ചൻ എനിക്ക് വാക്ക് തന്നാ എന്റെ കൂടെ നിൽക്കുമെന്ന. അലീന അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അത് കുട്ടിച്ചാനും നോക്കുവാണ്. എന്നാലും ഇത് കുറെ കടുപ്പല്ലേ മോളെ? പട്ടിണി കിടക്കാന്നൊക്കെ പറഞ്ഞാൽ അതും ആഴ്ച 3-4 ദിവസം. സാരമില്ല വല്യപ്പച്ച, ഞാൻ എന്തോരം പട്ടിണി കിടന്നിട്ടുണ്ട്, അതും ഓർഫനേജിലായിരുന്നപ്പോ. അപ്പോഴേക്കും അത് കുടിച്ചാന്റെ മനസ്സിലൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ചങ്കിലെവിടെ ഒരു മുള്ളു നിറച്ച പോലെ. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മകൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് തടസ്സമായി നിന്നത് താനാണെന്ന് അത് കുടിച്ചാൻ ഓർമ്മ വന്നു. അവൾ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അന്ന് തിരുവനന്തപുരത്ത് DYSP ആയിരുന്ന രാമണിമേനൻ ചോദിച്ച അത് കുടിച്ചാൻ ഓർമ്മയുണ്ട്. നിങ്ങൾ അതിനെ കൊല്ലുകയോ വളർത്തുകയോ ഉപേക്ഷിക്കുകയോ എന്ത് വേണം ചെയ്തോ, ഞങ്ങൾക്കതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. താനെന്ന് രാവണിമേനോട് നിസ്സാരമായിട്ട് പറഞ്ഞാണ്. ആ കുഞ്ഞാണ് തന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ ഞാൻ ലാലിച്ചിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞോണ്ട് അത് കുട്ടി ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി. സ്റ്റാൻലി അതുപോലെ തന്നെ മദ്യക്കുപ്പിയുടെ മുന്നില് നായ്ക്കളെ നടുവിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവധിക്കുട്ടിച്ചാനെ കണ്ട അയാളിച്ചു, ആഹാ അപ്പച്ചൻ പിന്നെയും വന്നോ? അതെന്താടാ? ഞാൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ? ഞാൻ അവളോട് പറഞ്ഞിട്ടാ പോയത് ഇന്ന് വരുമെന്ന്. ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണ്ടേ? നന്നായി. അവള് എനിക്കെതിരെ സമരം തുടങ്ങി, നിരാഹാരം. ഞാൻ അറിഞ്ഞു. അതായത് സ്റ്റാലിയെ മര്യാദ പഠിപ്പിച്ചേക്കാവുന്ന അപ്പച്ചനം. അവളോടൊന്ന് പറഞ്ഞേരെ, എന്നെ മര്യാദ പഠിപ്പിക്കാന്ന് ഓർത്തായിരിക്കും അവളിരിക്കുന്നേ. പക്ഷേ സ്റ്റാലിയുടെ സുപ്പീരിയേഴ്സ് നോക്കിയിട്ട് സ്റ്റാലിയെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ ഇവള്? തന്റെ മകൻ ദേഷ്യത്തിലാണ് അവധിക്കുടിച്ചാനും മനസ്സിലായി. പക്ഷെ അവധിക്കുടിച്ചാൻ ഒരു കാര്യം അറിയാം, അതിനേക്കാളും ദേഷ്യത്തിലാണ് അലീല. കാരണം അലീലയുടെ മുന്നിൽ ഇവന്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല. ഉറപ്പാ ഇവന് അവളുടെ മുന്നില് മുട്ടുകുത്തേണ്ടി വരുമെന്നുള്ള കാര്യം സ്റ്റാലിക്ക് അറിയത്തില്ലല്ലോ എന്നുള്ള ചിന്ത അവധിക്കുടിച്ചാന്റെ മനസ്സിലുണ്ടായി. അധികം വൈകാതെ തന്നെ അലീന പറയുന്ന സ്റ്റാലിക്ക് അനുസരിക്കേണ്ടതായിട്ട് വരുമെന്നു. അപ്പൊ ഇതിന്റെ ബാക്കി കഥകളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി കേട്ടോ ഞാൻ കഥ പറയുന്നത്. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.